ലോകരാഷ്ട്രങ്ങളെ ഒന്നാകെ യുദ്ധം ബാധിച്ച സാഹചര്യത്തിൽ യുദ്ധം ഒഴിവാക്കാൻ അമേരിക്കയ്ക്കുമേൽ സമ്മർദ്ദം ഏറുകയാണ്. ചർച്ചകളിലൂടെ പശ്ചിമേഷ്യയിൽ സമാധാനം സ്ഥാപിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഏവരും. ഇറാനുമായുള്ള രണ്ടാം ഘട്ട ചർച്ചകൾക്ക് വീണ്ടും തയ്യാറാണെന്ന് സൂചന നൽകിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായുള്ള യുദ്ധം ഉടൻ അവസാനിച്ചേക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഫോക്സ് ന്യൂസിനോട് വ്യക്തമാക്കി. ചർച്ചകൾക്ക് വീണ്ടും ആതിഥേയത്വം വഹിക്കാൻ പാകിസ്ഥാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിൽ കഴിഞ്ഞ തവണ ഇസ്ലാമാബാദിൽ നടന്ന ചർച്ച ധാരണയിലെത്താതെ പിരിഞ്ഞിരുന്നു. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിൽ ഇരുവിഭാഗവും പരസ്പരം കുറ്റപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു. രാഷ്ട്രീയ ഇച്ഛാശക്തിയില്ലാത്ത അമേരിക്കൻ സംഘം ചർച്ചയിൽ പങ്കെടുത്തെന്നായിരുന്നു ഇറാന്റെ കുറ്റപ്പെടുത്തൽ. യുക്തിസഹമല്ലാത്ത ആവശ്യങ്ങൾ അമേരിക്ക മുന്നോട്ട് വെച്ചെന്നും ഇറാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതേസമയം ആണവ പദ്ധതി ഉപേക്ഷിച്ചാൽ വൻ നേട്ടങ്ങൾ ഇറാന് ലഭിക്കുമെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. പരസ്പരമുള്ള അവിശ്വാസത്തെ മാറ്റിയെടുക്കാമെന്നും സംഘർഷം പൂർണ്ണമായി അവസാനിപ്പിക്കാമെന്നും JD വാൻസ് പ്രതികരിച്ചു. യുറേനിയം സമ്പുഷ്ടീകരണം മരവിപ്പിക്കേണ്ട കാലാവധിയെ ചൊല്ലിയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രധാന തർക്കം നിലനിന്നിരുന്നത്. 5 മുതൽ 10 വർഷം വരെ ഇത് നിർത്തിവെക്കാൻ ഇറാൻ സന്നദ്ധമാണെങ്കിലും 20 വർഷമോ അതിലധികമോ കാലം മരവിപ്പിക്കണമെന്നാണ് അമേരിക്കയുടെ ആവശ്യം. എന്നിരുന്നാലും ഏറ്റുമുട്ടൽ സാഹചര്യം ഒഴിവാക്കാൻ ഇരുപക്ഷവും തുറന്ന മനസ്സോടെയാണ് ചർച്ചകൾക്ക് ഒരുങ്ങുന്നത്. ഇതിനിടെ ആണവായുധം നിർമ്മിക്കാൻ ഇറാന് യാതൊരു നീക്കവുമില്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതി ഡയറക്ടറും വ്യക്തമാക്കി. ഇറാനിലേക്കും തിരിച്ചുമുള്ള കപ്പലുകൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം തുടരുന്നതിനിടെ തന്നെയാണ് വീണ്ടും ചർച്ചയ്ക്ക് വഴിയൊരുങ്ങിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴമേറിയ അവിശ്വാസം ഒറ്റ രാത്രി കൊണ്ട് പരിഹരിക്കാനാവില്ലെങ്കിലും ചർച്ചകൾ ശരിയായ ദിശയിലാണെന്ന് JD വാൻസ് പറഞ്ഞു. ഹോർമുസ് വഴി ഇറാന്റെ തുറമുഖങ്ങളിലേക്കും തിരിച്ചും പോകുന്ന കപ്പലുകൾ തടയുമെന്ന് സമാധാന ചർച്ചകൾ അലസിപ്പിരിഞ്ഞതിന് പിന്നാലെ അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു. ഇതിനായി 15 യുദ്ധക്കപ്പലുകൾ ഇറാൻ പശ്ചിമേഷ്യയിൽ വിന്യസിച്ചിരുന്നു. ഉപരോധത്തിന്റെ ആദ്യ ദിവസം ഇറാന്റെ തുറമുഖങ്ങളിലേക്കും തിരിച്ചും പോകുന്ന കപ്പലുകൾ തടഞ്ഞതായി അമേരിക്കൻ സൈന്യം അവകാശപ്പെടുന്നുണ്ട്. രണ്ടാം ഘട്ട ചർച്ചകൾക്ക് പാകിസ്ഥാൻ വേദിയാകുമെന്ന കാര്യത്തിൽ ഉടൻ അന്തിമ തീരുമാനമുണ്ടായേക്കും. സമാധാനപരമായ ഒരു ഉടമ്പടിയിൽ എത്താൻ സാധിക്കുമെന്ന് ട്രംപ് ഇതിനോടകം പ്രത്യാശ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ചൈന അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള എതിർപ്പാണ് ട്രംപിന്റെ നിലപാട് മാറ്റത്തിന് പിന്നിലെന്ന് സൂചന. അമേരിക്കയിലും യുദ്ധത്തിനെതിരെ വൻ പ്രതിഷേധമാണ് നടക്കുന്നത്. അമേരിക്കൻ കോൺഗ്രസിലും യുദ്ധത്തിനെതിരായ നീക്കങ്ങൾ ശക്തമാണ്. ട്രംപിന്റെ യുദ്ധക്കൊതി കുറയ്ക്കാൻ US സെനറ്റിൽ ഡെമോക്രാറ്റ് പ്രതിനിധികൾ കൊണ്ടുവന്ന പ്രമേയത്തിൽ ഇന്ന് വീണ്ടും വോട്ടെടുപ്പ് നടക്കും. ഇറാനുമായുള്ള യുദ്ധം അമേരിക്കൻ ജനതയെ അപകടത്തിലാക്കുന്നതാണെന്നും ആഭ്യന്തര വിപണിയിൽ വൻ വിലക്കയറ്റത്തിന് ഇത് കാരണമാകുമെന്നാണ് പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം തുടർച്ചയായ രണ്ടാം ദിവസവും ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയാണ് എണ്ണ വിപണിയിൽ പ്രതിഫലിച്ചത്. ഹോർമുസ് കടലിടുക്ക് അടച്ചതിനെ തുടർന്ന് തടസ്സപ്പെട്ട മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ വിതരണം ഈ ചർച്ചകളിലൂടെ പുനഃസ്ഥാപിക്കപ്പെടുമെന്നാണ് വിപണിയുടെ പ്രതീക്ഷ. ഇന്നലെയാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകളിൽ പ്രതീക്ഷ അർപ്പിച്ച് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുറയാൻ തുടങ്ങിയത്. $105 കടന്ന് കുതിച്ചിരുന്ന എണ്ണവിലയാണ് ഒറ്റയടിക്ക് $100 താഴെ എത്തിയത്. ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കയുടെ നാവിക ഉപരോധം രണ്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇതുവരെ ഇരു വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടലുകളൊന്നും ഉണ്ടായിട്ടില്ല. ട്രംപിന്റെ ഭീഷണികൾ മറികടന്ന് ചൈനയുടേതുൾപ്പെടെ നിരവധി കപ്പലുകൾ ഇതിനോടകം ഹോർമുസ് കടന്നു. ഇറാൻ തുറമുഖങ്ങളിലേക്കും തിരികെയും വരുന്ന വാണിജ്യ കപ്പലുകളെ ആക്രമിക്കില്ലെന്ന് US സേന തീരുമാനിച്ചതായാണ് പുതിയ റിപ്പോർട്ടുകൾ. സഖ്യകക്ഷികളുടെ കപ്പലുകൾക്ക് അകമ്പടി പോകാനുള്ള തീരുമാനത്തിൽ നിന്നും US സൈന്യം പിന്മാറിയിട്ടുണ്ട്. അതിനിടെ പശ്ചിമേഷ്യൻ സമ്പദ് വ്യവസ്ഥയിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ സൗദി അറേബ്യ അമേരിക്കയെ ആശങ്ക അറിയിച്ചു. ഹോർമുസ് ഉപരോധിക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കം സ്ഥിതി കൂടുതൽ വഷളാക്കിയേക്കുമെന്ന് അമേരിക്കയെ സൗദി അറേബ്യ അറിയിച്ചു. യുദ്ധം നീണ്ടുപോകാതെ അടിയന്തര തീരുമാനം കൈക്കൊള്ളാൻ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തെ റിയാദ് സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പശ്ചിമേഷ്യൻ വിഷയത്തിൽ 40 മിനിറ്റോളം ഫോൺ സംഭാഷണം നടത്തി. ഇരുവരും തമ്മിൽ നടക്കുന്ന ഈ വർഷത്തെ 3ാമത്തെ ഫോൺ സംഭാഷണമാണിത്. പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളെക്കുറിച്ചും ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കത്തെക്കുറിച്ചും സംസാരിച്ചതായും ചർച്ചയിൽ ഇന്ത്യൻ നിലപാട് വിശദീകരിച്ചതായും മോദി എക്സിൽ എഴുതി. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കം സുഗമമാക്കേണ്ടതിനെക്കുറിച്ച് ട്രംപിനോട് വിശദീകരിച്ചെന്നും മോദി കൂട്ടിച്ചേർത്തു. മേഖലയിൽ സംഘർഷം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇന്ത്യയുടെ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തെന്നും സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ ഇരു രാജ്യങ്ങളും സംയുക്തമായി പ്രവർത്തിക്കുമെന്നും മോദി കൂട്ടിച്ചേർത്തു. അതിനിടെ
പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇസ്രായേലും ലെബനനും തമ്മിലുള്ള നേരിട്ടുള്ള നയതന്ത്ര ചർച്ച വാഷിംഗ്ടണിൽ നടന്നു. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ സാന്നിധ്യത്തിലാണ് ഇസ്രായേൽ ലെബനൻ അംബാസഡർമാർ കൂടിക്കാഴ്ച നടത്തിയത്. ചർച്ചകൾ ശുഭകരമായിരുന്നു എന്ന നിലപാടിലാണ് ഇസ്രായേലും അമേരിക്കയും. അടുത്ത കൂടിക്കാഴ്ചയ്ക്കുള്ള സമയവും വേദിയും പിന്നീട് തീരുമാനിക്കുമെന്നും ചർച്ചകൾക്ക് ശേഷം സംയുക്ത പ്രസ്താവനയും പുറത്തിറങ്ങിയിട്ടുണ്ട്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ് ചർച്ചകൾക്ക് അധ്യക്ഷത വഹിച്ചത്. ഇസ്രയേലുമായുള്ള ചർച്ചകളിൽ നിന്ന് ലെബനൻ പിന്മാറണമെന്ന് നേരത്തെ തന്നെ ഹിസ്ബുള്ള ആവശ്യപ്പെട്ടിരുന്നു. വാഷിംഗ്ടണിൽ ചർച്ചകൾ നടക്കുമ്പോഴും ദക്ഷിണ ലെബനനിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ഹിസ്ബുള്ളയുമായി വെടിനിർത്തൽ ചർച്ചയ്ക്കില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാട്. ലെബനൻ യുദ്ധം ഉടൻ നിർത്തണമെന്ന് ബ്രിട്ടൻ, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ 10ഓളം രാജ്യങ്ങൾ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ വെച്ച് ലെബനോൻ ഇസ്രായേൽ പ്രതിനിധികൾ ചർച്ച നടത്തിയെങ്കിലും വെടിനിർത്താൻ ഇസ്രായേൽ വിസമ്മതിച്ചു. ഒരു ആവേശത്തിന് തുടങ്ങിവെച്ച യുദ്ധം ഏതു വിധേനയും അവസാനിപ്പിക്കാൻ പാടുപെടുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഒറ്റപ്പെട്ട അമേരിക്ക സമാധാന ചർച്ചയിലൂടെ യുദ്ധം അവസാനിപ്പിച്ച് മുഖം രക്ഷിക്കാനുള്ള തത്രപ്പാടിലാണ്. കഴിഞ്ഞ ദിവസം ആരംഭിച്ച നാവിക ഉപരോധം ചൈന അടക്കമുള്ള രാജ്യങ്ങളുടെ മുന്നറിയിപ്പ് ലഭിച്ചതോടെ നിലപാട് മയപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ട്രംപ്.